ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒപ്റ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വീഡിയോയോട് കൂടി അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് മെട്രിക്സ് മെത്തേഡ്സ്. മെട്രിക്സ് മെത്തേഡ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒപ്റ്റിക്സിൽ ഒരുപാട് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഒപ്റ്റിക്കൽ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, അങ്ങനെ ഒരുപാട് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ലെൻസുകൾ വരുന്നുണ്ട് അല്ലേ, ഒരുപാട് ലെൻസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഒപ്റ്റിക്കൽ സിസ്റ്റം ആയിക്കോട്ടെ, അതിനകത്തൊക്കെ ധാരാളം റിഫ്രാക്റ്റിംഗ് സർഫസസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പ് എടുക്കുകയാണെങ്കിൽ ആ മൈക്രോസ്കോപ്പിനകത്ത് 2 ലെൻസുകളാണല്ലോ ഉള്ളത്. നമ്മുടെ സ്പെസിമെൻ വെക്കുന്ന അവിടെ ഒരു ലെൻസ് ഉണ്ട്, ഐ പീസിൻ്റെ അവിടെ ഒരു ലെൻസും ഉണ്ട്. അപ്പോൾ അതാ 2 ലെൻസുകളാണ്, മൈക്രോസ്കോപ്പിൻ്റെ 2 ലെൻസുകളാണ് ഇത് എന്ന് കരുതുക. അപ്പോൾ നോക്കിയോക്കുക, ഇവിടെ ഫസ്റ്റ് ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെൻസ് 1, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്, റൈറ്റ് സൈഡിലൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. 2 റിഫ്രാക്റ്റിംഗ് സർഫസ് അതിനുണ്ട്. സെക്കൻഡ് ലെൻസിനും അതേപോലെ തന്നെ 2 റിഫ്രാക്റ്റിംഗ് സർഫസുകളുണ്ട്. അതായത് ഈ മൈക്രോസ്കോപ്പിന് അല്ലെങ്കിൽ ടെലസ്കോപ്പും ആവാം 4 റിഫ്രാക്റ്റിംഗ് സർഫസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു ഒപ്റ്റിക്കൽ സിസ്റ്റവും ഇതേപോലെ തന്നെ ഒന്നിലധികം റിഫ്രാക്റ്റിംഗ് സർഫസസ് ചേർന്നാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഒപ്റ്റിക്സ് ഈച്ച് ഒപ്റ്റിക്കൽ സിസ്റ്റംസ് മേഡ് അപ്പ് ബൈ എ നമ്പർ ഓഫ് റിഫ്രാക്റ്റിംഗ് സർഫസസ്. അപ്പോൾ നോക്കി നോക്കുക, ഇവിടെ ഈ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെന്ന് കരുതുക, ഒരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് നിന്നുള്ള ലൈറ്റ് റേ എങ്ങനെ പോയി? ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ തട്ടി ബെൻഡ് ചെയ്തു, റിഫ്രാക്ഷൻ നടന്നു. അങ്ങനെ റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സ്ക്രീൻ വെച്ചു എന്ന് കരുതുക. നമുക്ക് എന്താ കിട്ടുക? ഒരു ഇമേജ് കിട്ടും. ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് കിട്ടും. സ്ക്രീന് വെച്ചിട്ടില്ല. ആ ഇമേജാണ് നേരെ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ നിന്ന് കിട്ടുന്ന ആ ഇമേജ് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുകയാണ്. എഗെയിൻ അവിടെ റിഫ്രാക്ഷൻ നടന്നു, സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ റിഫ്രാക്ഷൻ നടന്നു. അതിൻ്റെ ഇമേജ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിട്ടും, ഒരു സ്ക്രീന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ആ ഇമേജാണ് തേർഡ് റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇമേജ് ഓഫ് ദ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആക്ട് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ തേർഡ് റിഫ്രാക്റ്റിംഗ് സർഫസ്. ഓക്കെ, അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. ഇമേജ് ഓഫ് വൺ റിഫ്രാക്റ്റിംഗ് സർഫസ് ആക്ട് ആസ് ദ സോഴ്സ് ഫോർ ദ ഫോളോയിങ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് റേസുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ലെങ്തിയർ പ്രോസസ്സായിട്ട് മാറും. കാരണം ഒരുപാട് റിഫ്രാക്റ്റിംഗ് സർഫസ് വരികയാണെങ്കിൽ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസിലും ഒബ്ജക്റ്റുകൾ, ഇമേജുകൾ അല്ലേ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതൊന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് 1964 കെ ഹോൾബാക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് മെട്രിക്സ് മെത്തേഡ്സ്. മെട്രിക്സ് മെത്തേഡ്സ് ഈസ് എ ടെക്നിക്ക് introduced by K. Hallback in 1964 in order to solve problems related with the light rays propagating inside a optical system undergoing for a number of refractions and translation. Okay, refraction translation എന്താണെന്ന് നമുക്ക് പറയാം. ഒപ്റ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ഒരുപാട് തവണ റിഫ്രാക്ഷനും ട്രാൻസ്ലേഷനും വിധേയമാകുന്ന ലൈറ്റ് റേസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെ ഹോൾബാക്ക് 1964 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് മെട്രിക്സ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇനി മെട്രിക്സ് മെത്തേഡ്സ് എന്താണ്, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് ട്രാൻസ്ലേഷൻ, റിഫ്രാക്ഷൻ, ഈ 2 ഫിനോമിനകൾ എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒപ്റ്റിക്കൽ സിസ്റ്റത്തിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസിന് പ്രധാനമായിട്ടും 2 ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, ട്രാൻസ്ലേഷനും റിഫ്രാക്ഷനും. ഓക്കെ, സിലിണ്ട്രിക്കൽ സിമ്മട്രി ഫോളോ ചെയ്യുന്ന ഒപ്റ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ലൈറ്റ് റേസ് പ്രധാനമായിട്ടും 2 ചേഞ്ചസിന് വിധേയമാകുന്നു, ട്രാൻസ്ലേഷൻ ആൻഡ് റിഫ്രാക്ഷൻ. എന്താ സിലിണ്ട്രിക്കൽ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആക്സിസിന് അബൌട്ടായിട്ട് ഈക്വൽ ഹാഫ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഈക്വൽ ഹാഫ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 2 ഹാഫ്സും
ഒരു സിലിണ്ടറിക്കൽ സിമെട്രി കാണിക്കുക. അതായത് ഒരു സിലിണ്ടറിൻ്റെ ഒരേപോലെയുള്ള രണ്ട് ഹാഫുകളായിട്ട് ബിഹേവ് ചെയ്യുക, ഹാഫുകളായിട്ട് തോന്നുക. അപ്പോൾ സിലിണ്ടറിക്കൽ സിമെട്രി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഒപ്റ്റിക്കൽ സിസ്റ്റം ഒക്കെ ടെലസ്കോപ്പ് ആയിക്കോട്ടെ മൈക്രോസ്കോപ്പ് ആയിക്കോട്ടെ സിലിണ്ടറിക്കൽ സിമെട്രി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിത്തിൻ ദ ഒപ്റ്റിക്കൽ സിസ്റ്റം ഫോളോയിങ് സിലിണ്ടറിക്കൽ സിമെട്രി light rays propagating inside it undergoes for two changes, translation and refraction. എന്താണ് ട്രാൻസ്ലേഷൻ? നമുക്ക് ഈ ഫിഗറിൻ്റെ സഹായത്തോടു കൂടി പറയാം എന്താണ് ട്രാൻസ്ലേഷൻ. നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ലൈറ്റ് റേ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നോക്കി നോക്ക്, അതിൻ്റെ ഡയറക്ഷന് ചേഞ്ച് ഒന്നും ഉണ്ടാവണില്ല. ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ലൈറ്റ് റേയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ചേഞ്ച് ഉണ്ടാവുന്നത്? നമുക്ക് ഈ ആക്സിസിൽ നിന്നുള്ള ഹൈറ്റ് പിയിൽ കുറവാണ്, ക്യൂവിൽ അത് കൂടുതലാണ്. അതായത് ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലൈറ്റ് റേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, എന്നാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാകുന്നു എന്ന് പറയാം. ഓക്കെ, ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് റേ ചേഞ്ചസ് വേർ ആസ് ഇറ്റ്സ് ഡയറക്ഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കി നോക്ക് റിഫ്രാക്ഷൻ. ഇവിടെ റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് നോക്കുക. റിഫ്രാക്റ്റിംഗ് സർഫസിൽ ഒരു പോയിന്റാണ് ക്യൂ. ആ പോയിന്റിൽ വെച്ചിട്ട് ലൈറ്റ് റേയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം ലൈറ്റ് ബെൻഡ് ചെയ്യുമല്ലോ, റിഫ്രാക്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, ലൈറ്റ് റേയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു അല്ലേ. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് അല്ലേ. ആ ഹൈറ്റിൽ വെച്ചിട്ട് ഹൈറ്റിലല്ല ചേഞ്ച് വരുന്നത്, പിന്നെ ഇതിലാണ് ഡയറക്ഷനിലാണ് ചേഞ്ച് വരുന്നത്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. അറ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് റേ ചേഞ്ചസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ. ഓക്കെ, വിത്തിൻ ദ ഒപ്റ്റിക്കൽ സിസ്റ്റം ഫോളോയിങ് സിലിണ്ടറിക്കൽ സിമെട്രി ലൈറ്റ് അണ്ടർഗോസ് ഫോർ ടു ചേഞ്ചസ്, ട്രാൻസ്ലേഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അത് രണ്ടും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്ലേഷൻ എന്താണ്, റിഫ്രാക്ഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിത്തിൻ ദ ഒപ്റ്റിക്കൽ സിസ്റ്റം light undergoes for a number of translations and refractions. ഒരുപാട് ട്രാൻസ്ലേഷനും റിഫ്രാക്ഷൻസും നടക്കും ഒപ്റ്റിക്കൽ സിസ്റ്റത്തിനകത്ത്. അപ്പോൾ നോക്കി നോക്കുക, നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സാണ് ശരിക്കും ട്രാൻസ്ലേഷൻ മെട്രിക്സും റിഫ്രാക്ഷൻ മെട്രിക്സും. അക്കോർഡിംഗ് ടു മെട്രിക്സ് മെത്തേഡ്, in order to represent the phenomena translation and refraction, we use operators known as translation metrics and refraction metrics respectively. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ റിഫ്രാക്ഷൻ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേഷൻ ഓഫ് ദിസ് ലൈറ്റ് റേ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്തിൻ ദ ഒപ്റ്റിക്കൽ സിസ്റ്റം. അത് കുറച്ചും കൂടി സിമ്പിളർ ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സും റിഫ്രാക്ഷൻ മെട്രിക്സും ഡിഫൈൻ ചെയ്യണം. വി ഹാവ് ടു ഡിഫൈൻ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആൻഡ് റിഫ്രാക്ഷൻ മെട്രിക്സ്. റിഫ്രാക്ഷൻ മെട്രിക്സ്, ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇത് ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ലൈറ്റ് റേ അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്യണം. വി ഹാവ് ടു ഡിഫൈൻ ഓർ റെപ്രസെൻറ്റ് ലൈറ്റ് റേ അറ്റ് എ പോയിന്റ് യൂസിങ് മെട്രിക്സ്. മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റുള്ള ലൈറ്റ് റേനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒപ്റ്റിക്കൽ ഡിവൈസാണ്, സിലിണ്ടറിക്കൽ സിമെട്രി ഫോളോ ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഡിവൈസാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്സിസ് ആണ് സെഡ്. കണ്ടോ, ഒപ്റ്റിക്കൽ ആക്സിസ് സെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കി നോക്കുക, ആ ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് x1 ഹൈറ്റിലുള്ള ഒരു പോയിൻ്റാണ് എ. ആ എ എന്ന് പറയുന്ന പോയിൻ്റ് μ1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലാണ് നിൽക്കുന്നത്. അവിടുന്ന് ലൈറ്റ് റേ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്, ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. ട്രാവൽ ചെയ്തിട്ട് അത് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ പ്രത്യേകത അത് നമ്മുടെ ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് x2 ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. x2 ഹൈറ്റിലാണ് ബി എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നത്. ഓക്കെ, x2. അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം μ2 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ചേഞ്ച് ചെയ്തു, μ2 ആണ്. ഇനി ഇവിടെ α1 α2 രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് റേ ഒപ്റ്റിക്കൽ ആക്സ് ആയിട്ടുള്ള സെഡ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് അറ്റ് ദ പോയിന്റ് എ. ആംഗിൾ ബിറ്റ്വീൻ
light ray and optical axis is alpha 1. At the point B, angle between light ray and optical axis is alpha 2. ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ല. കാരണം ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഏകദേശം ഈക്വൽ എന്നുള്ള രീതിയിലാണ് എങ്കിലും ഇവിടെ ഈക്വൽ അല്ല. കാരണം ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ഉള്ള മീഡിയയാണ്, ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 ഉള്ള മീഡിയയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ബെൻഡിങ്, ചെറിയ ബെൻഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൽഫ 1ഉം ആൽഫ 2ഉം ഇവിടെ ഈക്വൽ അല്ല. ഓക്കെ, അവിടെ ബെൻഡിങ് വല്ലാണ്ട് ബെൻഡിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിത്രത്തിൽ അത്ര ക്ലിയർ അല്ല. പക്ഷേ ഇവിടെ ബെൻഡിങ് നടക്കുന്നതുകൊണ്ട് ആൽഫ 1 നോട്ട് ഈക്വൽ ടു ആൽഫ 2 ആണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തായാലും ഇവിടെ നോക്കി നോക്കുക, നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ലൈറ്റ് റേനെ റെപ്രസെൻറ്റ് ചെയ്യണം. മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു റെപ്രസെൻറ്റ് ലൈറ്റ് റേ അറ്റ് പോയിന്റ്സ് എ ആൻഡ് ബി യൂസിങ് മെട്രിസസ്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് എ എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് എ ഓഫ് ആൽഫ 1 x1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൽഫ 1ഉം x1ഉം എന്താ നമുക്കറിയാമല്ലോ. ആൽഫ 1 ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈറ്റ് റേ വിത്ത് ഒപ്റ്റിക്കൽ ആക്സിസ് അറ്റ് ദ പോയിന്റ് എ. ഓക്കെ, x1 എന്താണെന്ന് അറിയാം. x1 എന്താണ്? ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് റേ അറ്റ് പോയിന്റ് എ ഫ്രം ദ ഒപ്റ്റിക്കൽ ആക്സിസ് സെഡ്. അതാണ് x1. അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ ലൈറ്റ് റേനെ എ ഓഫ് ആൽഫ 1 x1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പോയിന്റ് ബി, അറ്റ് പോയിന്റ് ബി ലൈറ്റ് റേ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ബി ഓഫ് ആൽഫ 2 x2. എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നോക്കി നോക്കുക, ഈ രണ്ട് പോയിന്റുകളിലും എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ലൈറ്റ് റേയുടെ ഡയറക്ഷൻ കൊസൈൻസ് കാണാം. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ θ1 θ2 എന്ന് പറയുന്ന രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന നോർമൽ, ആ നോർമലുമായിട്ട് നമ്മുടെ ലൈറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് θ1 എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ പോയിന്റിലുള്ള ഡയറക്ഷൻ കൊസൈൻ ഓഫ് ദ ലൈറ്റ് റേ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ആണ്. ഓക്കെ, μ1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. നോർമലുമായിട്ട് ലൈറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ θ1 ആണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ ലൈറ്റ് റേയുടെ ഡയറക്ഷൻ കൊസൈൻ എത്രയായിരിക്കും? μ1 cos θ1 ആണ്. അതേപോലെ തന്നെ ഡയറക്ഷൻ കൊസൈൻ ഓഫ് ദ ലൈറ്റ് റേ അറ്റ് ദ പോയിന്റ് ബി ഈസ് μ2 cos θ2. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡയറക്ഷൻ കൊസൈൻ ഓഫ് ദ ലൈറ്റ് റേ അറ്റ് പോയിന്റ് എ കൺസിഡർ ചെയ്യുന്നു. അതിന് ഞാൻ λ1 എന്ന് കൊടുക്കുകയാണ്. λ1 = എത്രയാണ് വരിക? μ1 cos θ1 എന്നാണ് വരുന്നത്. ഓക്കെ, μ1 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം അറ്റ് വേർ ദ പോയിന്റ് എ ലൈസ് ആൻഡ് θ1 ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈറ്റ് റേ അറ്റ് ദ പോയിന്റ് എ വിത്ത് ദ നോർമൽ. ഓക്കെ, μ1 cos θ1. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ θ1 എന്ന് പറയുന്നത് നോക്കി നോക്ക്, 90 - ആൽഫ 1 അല്ലേ? ഓക്കെ അല്ലേ, 90, ഇത് മൊത്തം 90 ആണ്. അതിൽ ആൽഫ 1 പോയതാണ് θ1. 90 - ആൽഫ 1 ആണ്. അപ്പോൾ λ1 = μ1 cos 90 - ആൽഫ 1. cos 90 - θ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ cos 90 - ആൽഫ 1 എന്ന് പറയുന്നത് സൈൻ ആൽഫ 1 ആണ്. അപ്പോൾ λ1 = നമുക്ക് എന്ത് കിട്ടി? μ1 sin ആൽഫ 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ at the point A is μ1 sin alpha 1. λ1 is equal to μ1 sin alpha 1. Similarly, we have to find the direction cosine of the light ray at the point B. That will be λ2 is equal to μ2 cos θ2. μ2 refractive index of the medium at where the point B lies, and θ2 is the angle made by the light ray at the point B with the normal. μ2 cos θ2. ഇവിടെയും θ2 എന്ന് പറയുന്നത് 90 - ആൽഫ 2 ആണെന്ന് കാണാം അല്ലേ? അതുകൊണ്ട് that is equal to μ2 cos 90 - alpha 2. cos 90 - alpha 2 is sin alpha 2. So λ2 is equal to μ2 sin alpha 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റിലും ലൈറ്റ് റേസിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടി. എ എന്ന് പറയുന്ന പോയിന്റിൽ ഡയറക്ഷൻ കൊസൈൻ λ1 is equal to μ1 sin alpha 1 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഡയറക്ഷൻ കൊസൈൻ ഓഫ് ദ ലൈറ്റ് റേ λ2 is equal to μ2 sin alpha 2 ആണ്. ഇനി നോക്കി നോക്കുക, നമുക്ക് ഈ ലൈറ്റ് റേസിനെ, അപ്പോൾ നമ്മൾ നേരത്തെ ആൽഫ 1 x1 ആൽഫ 2 x2, ഈ ആൽഫ 1 ആൽഫ 2കളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്ഷൻ കൊസൈൻസ് ആയിട്ടുള്ള λ1 λ2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിനെ എ ഓഫ് λ1 x1 എന്നും ബി എന്ന് പറയുന്ന പോയിന്റിനെ ബി ഓഫ് λ2 x2 എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നോക്കി നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ കോളം മെട്രിസസ് യൂസ് ചെയ്തുകൊണ്ട്
എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും നമുക്ക് ലൈറ്റ് റേസിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ ലൈറ്റ് റേനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ കോളം മെട്രിക്സ് λ1x1 യൂസ് ചെയ്താൽ മതി. യൂസിങ് കോളം മെട്രിക്സ് λ1x1. കോളം മെട്രിക്സ് എന്താണെന്ന് അറിയാലോ? സിംഗിൾ കോളമുള്ള മൾട്ടിപ്പിൾ റോസ് ഉള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുക. ഇവിടെ ഒറ്റ കോളേ ഉള്ളൂ, 2 റോ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കോളം മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ ലൈറ്റ് റേനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എന്താണ് λ1x1. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എന്താ വരുന്നത്? λ2x2. ഓക്കെ, അപ്പോൾ യൂസിങ് കോളം മെട്രിക്സസ് λ1x1 ആൻഡ് λ2x2 we can represent the light ray at the points A and B respectively. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് റേസിനെ എങ്ങനെയാണ് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. λ1 λ2 എന്നൊക്കെ പറയുന്ന ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ആ പോയിന്റുകളിലുള്ള ലൈറ്റ് റേയുടെ ഡയറക്ഷൻ കൊസൈൻസ് ആണ്. x1ഉം x2 ഒക്കെ എന്താണ്? ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്ന് ആ പോയിന്റുകളിലേക്കുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി നോക്കി നോക്കുക. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിലെ ലൈറ്റ് റേ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് λ1x1 എന്ന് പറയുന്ന കോളം മെട്രിക്സ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ കോളം മെട്രിക്സ് λ2x2 ആണ്. ഇനി ഈ 2 പോയിന്റുകൾക്കിടയിൽ ഇവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഫിനോമിനയാണ് നടക്കുന്നത് എന്ന് കരുതുക. ഓക്കെ, എ ബി എന്ന് പറയുന്ന 2 പോയിന്റുകൾക്കിടയിൽ ലൈറ്റ് റേ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാവുന്നു. ഇഫ് ലൈറ്റ് റേ അണ്ടർഗോസ് ഫോർ ദ പ്രോസസ് ട്രാൻസ്ലേഷൻ ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി, നമുക്ക് മാത്തമാറ്റിക്കലി ആ ഒരു പ്രോസസ്സിനെ നമുക്ക് കാണിക്കാം. എങ്ങനെ കാണിക്കുക എന്നറിയോ? ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് ലൈറ്റ് റേന്റെ റെപ്രസെന്റേഷൻ എന്തായി? λ2x2 ആയി. എയിൽ എന്തായിരുന്നു? λ1x1 ആയിരുന്നു. അപ്പോൾ ഈ λ1x1 എന്ന് പറയുന്ന ആ ഒരു റെപ്രസെന്റേഷൻ മുമ്പിൽ അല്ലേ, അല്ലെങ്കിൽ ആ കോളം മെട്രിക്സിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്ലേഷൻ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഓക്കെ, ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ മെട്രിക്സ് ടി എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ മെട്രിക്സ് λ1x1 എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ലൈറ്റ് റേയിൽ അല്ലേ എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്യാണ്, ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള λ2x2 എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇഫ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി, വി ക്യാൻ റൈറ്റ് λ2x2 is equal to ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇൻറ്റു λ1 കോളം മെട്രിക്സ് λ1x1. λ1x1 എന്ന് പറയുന്ന കോളം മെട്രിക്സിൽ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള λ2x2 എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു, അഥവാ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് അതിനെ കാണിക്കാം. ഞാൻ റിഫ്രാക്ഷൻ നടക്കുന്നതെങ്കിലോ, എൻ്റെയും ബിൻ്റെ ഇടയിൽ റിഫ്രാക്ഷൻ നടക്കുന്നതെങ്കിലോ, എയിലിരിക്കുന്ന സമയത്ത് ലൈറ്റ് റേയുടെ മെട്രിക്സ് റെപ്രസെന്റേഷൻ λ1x1 ആണ്. അതുമ്പിൽ എന്താ നടക്കുന്നത്? റിഫ്രാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കുക എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? റിഫ്രാക്ഷൻ മെട്രിക്സ് ഓപ്പറേറ്റ് ചെയ്യാണ്. λ1x1 എന്ന് പറയുന്ന കോളം മെട്രിക്സ് മുമ്പിൽ റിഫ്രാക്ഷൻ നടക്കുക എന്നുള്ളതിന് പകരം റിഫ്രാക്ഷൻ മെട്രിക്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റിലെ ലൈറ്റ് റേ ആയിട്ടുള്ള λ2x2 കിട്ടുന്നത്. അപ്പോൾ ഈ റിഫ്രാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി, വി ക്യാൻ റൈറ്റ് λ2 കോളം മെട്രിക്സ് λ2x2 is equal to റിഫ്രാക്ഷൻ മെട്രിക്സ് ഇൻറ്റു λ1x1. ഓക്കെ, ഇപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ മെട്രിക്സ് 6 കാണിച്ചിരിക്കുന്നു, ടിയും കാണിച്ചിരിക്കുന്നു. ഇനി ഇത് രണ്ടും നമുക്ക് ഡിഫൈൻ ചെയ്യണം. റിഫ്രാക്ഷൻ മെട്രിക്സ് 6ഉം ടിയും നമുക്ക് ഡിഫൈൻ ചെയ്യണം. ആദ്യം നമ്മൾ റിഫ്രാക്ഷൻ മെട്രിക്സ് ഡിഫൈൻ ചെയ്യാണ്. ഈ ഫിഗർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് ഒരു ഹോമോജീനിയസ് മീഡിയത്തിലൂടെയാണെന്ന് കൺസിഡർ ചെയ്യാം. ഹോമോജീനിയസ് മീഡിയത്തിലാവുമ്പോൾ ലൈറ്റ് റേ ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും നിൽക്കുന്നത് ഒരു ഹോമോജീനിയസ് മീഡിയത്തിലാണ്, ഡെൻസിറ്റി സെയിം ആയിട്ടുള്ള മീഡിയത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബെൻഡിങ് നടക്കുന്നില്ല. ലൈറ്റ് റേ ഡയറക്ഷൻ സെയിം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രാൻസ്ലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, റിഫ്രാക്ഷൻ നടക്കണില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് നടക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കില്ലേ? α1 is equal to α2 ആയിരിക്കും. ഓക്കെ, α1 is equal to α2 ആയിരിക്കും. കാരണം ഇവിടെ μ1 is equal to μ2 ആണ്, ഹോമോജീനിയസ് മീഡിയം ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ആയിരിക്കും. എ എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്ന മീഡിയം, ബി എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്ന മീഡിയം സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ μ1 is equal to μ2 ആണ്, μ1 is equal to μ2 ആണ്. അതേപോലെ തന്നെ ഇവിടെ ബെൻഡിങ് നടക്കാത്തതുകൊണ്ട് α1 is equal to എത്രയായിരിക്കും? α2 ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമ്മളിവിടെ ഡയറക്ഷൻ കോസൈൻസ് കണ്ടു. എ എന്ന് പറയുന്ന പോയിന്റിൽ ലൈറ്റ് റേയുടെ ഡയറക്ഷൻ കോസൈന് λ1 μ1 sin α1 ആയിരുന്നു. ഓക്കെ, μ1ൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് μ2 കൊടുക്കാം അല്ലേ? α1ൻ്റെ സ്ഥാനത്ത് α2 എന്നും കൊടുക്കാം. അപ്പോൾ μ1 sin α1 is equal to എത്രയാണ്? μ2 sin α2 ആണ്. μ2 sin α2 നമ്മൾ കണ്ടതാണ്, എന്താണത്? λ2 ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ λ2 is equal to λ1 എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഈ കേസിൽ λ2 is equal to λ1 ആണ്. എയും ബിയും നിൽക്കുന്നത് ഒരു ഹോമോജീനിയസ് മീഡിയത്തിലാണെങ്കിൽ λ2 is equal to λ1 ആണ്.
അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, λ2 = λ1 നമുക്ക് 1 × λ1 എന്ന് എഴുതാം. പ്ലസ് ഞാൻ 0 × x1 എന്ന് കൂടി എഴുതിയിരിക്കുന്നു. 0 × x1 0 ആണ്. ഓക്കെ, നമുക്കത് അങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 0 × x1 എന്ന് കൂടി എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് λ2നെ 1 × λ1 പ്ലസ് 0 × x1 മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഓക്കെ, ഇനി നോക്കി നോക്കുക. ഇനി നമ്മൾ x2 എന്താണ്? ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ബി ഫ്രം ദ ഒപ്റ്റിക്കൽ ആക്സിസ് ആണ് x2. ഇതാണ് x2. ആ x2 എന്ന് പറയുന്നത് ഇത്രയും x1 ആണ് അല്ലേ? x1 ആണ് ഇത്രയും, x1 പ്ലസ് ബാക്കിയുള്ള ഈ ഒരു ഭാഗം. ഓക്കെ, അത് എത്ര വരുന്നു നോക്കി നോക്ക്. ഇത് d ആണ്. എ മുതൽ ഈ ഒരു ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ് അത്? d. a ഡാഷ് b ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട് d. അതായത് a b എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ശരിക്കും ഈ d എന്ന് പറയുന്നത്. അപ്പോൾ ഇത് d ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് x1 ആണ്. ബാക്കിയുള്ള ഈ ഭാഗം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരു ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ഇത് കണ്ടുപിടിക്കണം അല്ലേ? അതെത്ര വരിക? നമ്മൾ tan α1 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് വേണമെങ്കിൽ ഒരു പോയിന്റ് കൊടുക്കാം, m എന്ന് കൊടുക്കാം. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AMB നമ്മൾ കൺസിഡർ ചെയ്യുക. AMB. ആ AMBയിൽ നമ്മൾ tan α1 ചെയ്ത് കഴിഞ്ഞാൽ tan α1 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് വരുന്നത്? x2 ആണ്. x2 അല്ല, ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇത് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് നോക്കുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് വരുന്നത് d ആണ്. tan α1 = BM/AM എന്ന് വരും. BM/AM. ഓക്കെ, tan α1 = BM/AM. ഓക്കെ, AM എന്ന് പറയുന്നത് d ആണ്. അപ്പോൾ BM = എത്ര വരിക? BM = d tan α1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ BM എന്ന് പറയുന്നത് d tan α1 ആണ്. ഇത് x1 ആണ്. അപ്പോൾ x1 പ്ലസ് d tan α1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? x2 കിട്ടുന്നു. ഓക്കെ, x2 = x1 പ്ലസ് d tan α1. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതി x2 = x1 പ്ലസ് d tan α1. പക്ഷേ ഇവിടെ α1 ഈസ് വെരി സ്മോൾ. α1 വളരെ സ്മോൾ ആയതുകൊണ്ട് തന്നെ tan α1 അപ്രോക്സിമേറ്റ്ലി = α1 ആണ്. അപ്പോൾ x2 എത്ര വരിക? x2 = x1 പ്ലസ് d α1 എന്ന് കിട്ടും. ഓക്കെ, x2 = x1 പ്ലസ് d α1 എന്ന് കിട്ടുന്നു. ഇനി നോക്കി നോക്കുക, ഇവിടെ നമ്മൾ കണ്ടു λ1 = μ1 sin α1 ആണ്. λ1 = μ1 sin α1 ആണ്. α1 വെരി സ്മോൾ ആയതുകൊണ്ട് ഇവിടെ sin α1 അപ്രോക്സിമേറ്റ്ലി = നമുക്ക് α1 എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ λ1 = നമുക്ക് എന്ത് എഴുതാം? μ1 α1 എന്ന് എഴുതാം. λ1 = μ1 α1 ആണ്. അത് നമുക്ക് α1 = എന്ത് എഴുതും? λ1/μ1 എന്ന് എഴുതാം. ഓക്കെ, α1 = λ1/μ1. നോക്കി നോക്കി, ഇക്വേഷൻ 2ൽ ഒരു α1 കിടക്കുന്നുണ്ട്. ആ α1ൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് λ1/μ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാവും വരിക നോക്കുക. ഇക്വേഷൻ 2 ബിക്കംസ് x2 = x1 പ്ലസ് d λ1/μ1. ഓക്കെ, d λ1/μ1. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, x2 = d/μ1 × λ1 എഴുതിയതിനെ d/μ1 × λ1 പ്ലസ് x1നെ എങ്ങനെ എഴുതുകയാണ്? 1 × x1 എന്ന് എഴുതുകയാണ്. ഓക്കെ, മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കി നോക്കുക, അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു എന്ന് കരുതുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 3ഉം കമ്പയർ ചെയ്യാം. λ2 = 1 × λ1 പ്ലസ് 0 × x1. x2 = d/μ1 λ1 പ്ലസ് 1 × x1. രണ്ട് ഇക്വേഷൻസ്. ആ രണ്ട് ഇക്വേഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെട്രിക്സ് ഇക്വേഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാ? ലെഫ്റ്റ് സൈഡിൽ λ2 x2 എന്ന് പറയുന്നൊരു കോളം മെട്രിക്സ് നമുക്ക് എഴുതാം. λ2 x2 ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കി നോക്കുക, ഒരു കോയിഫിഷ്യൻ്റ് മെട്രിക്സ്. λ1ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആദ്യം എഴുതി, x1ൻ്റെ കോയിഫിഷ്യൻ്റ് 0 എഴുതി. പിന്നെ λ1ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള അടുത്ത ഇക്വേഷനിൽ λ1ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള d/μ1, പിന്നെ x1ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 1. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, 1 0 d/μ1 1 ഒരു 2/2 മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടി. ഇൻറ്റു റൈറ്റ് സൈഡിൽ x1 ഉണ്ട്, അതുപോലെ തന്നെ λ1 ഉണ്ട്, x1 ഉണ്ട് അല്ലേ? കോളം മെട്രിക്സ് λ1 x1. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ λ2 കോളം മെട്രിക്സ് λ2 x2 = 1 0 d/μ1 1 കോളം മെട്രിക്സ് λ1 x1 എന്ന് നമുക്ക് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻസിനെയും നമുക്ക് ഈ മെട്രിക്സ് ഇക്വേഷൻ വെച്ചിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ λ2 x2 എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ലൈറ്റ് റേയുടെ റെപ്രസെൻറ്റേഷനാണ്. λ1 x1 എന്ന് പറയുന്നതോ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ലൈറ്റ് റേയുടെ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നടന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് എന്താണ്? ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ശരിക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിട്ടുന്ന മെട്രിക്സ് ശരിക്കും ട്രാൻസ്ലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 0 d by mu1 1 എന്ന് പറയുന്ന ഈ 2/2 മെട്രിക്സ് എന്തായിരിക്കും? ഇവിടുത്തെ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആയിരിക്കും. Therefore ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഹിയർ ഈസ് 1 0 d by mu1 1. ഇറ്റ് ഈസ് ദ ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ട്രാൻസ്ലേഷൻ മെട്രിക്സ്. ഇവിടെ mu1 എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ, വേണമെങ്കിൽ mu1ൻ്റെ സ്ഥാനത്ത് mu എന്ന് എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഹോമോജീനിയസ് മീഡിയ ആണ് ഇവിടുത്തെ mu അല്ലെങ്കിൽ mu1. d എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ബിറ്റ്വീൻ വിച്ച് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ്. ഏത് രണ്ട് പോയിന്റിൻ്റെ ഇടയിലാണോ ട്രാൻസ്ലേഷൻ നടക്കുന്നത് ആ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? d എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് 1 0 d by mu1 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രാൻസ്ലേഷൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് കാണണമെന്ന് കരുതുക. ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമ്മൾ എങ്ങനെ കാണുക? ഡിറ്റർമിനൻറ്റ് ഒക്കെ കാണാൻ നമുക്കറിയാം. 1 × 1 മൈനസ് 0 × d by mu1 അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക അല്ലേ? ഡിറ്റർമിനൻറ്റ് t നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, 1 × 1 മൈനസ് 0 × d by mu1. 1 × 1 എത്രയാണ്? 1 ആണ്. മൈനസ് 0, 1 മൈനസ് 0 എത്ര കിട്ടുന്നത്? 1 ആണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക. ഡിറ്റർമിനൻറ്റ് ഓഫ് ദ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഈസ് ആൾവേസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എപ്പോഴും 1 ആയിരിക്കും അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ ദ റിഫ്രാക്ഷൻ മെട്രിക്സ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, mu1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റേ ഈ റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്തു. റിഫ്രാക്റ്റിംഗ് സർഫസിൽ വെച്ചിട്ട് റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇങ്ങോട്ട് റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് റേ ഓഫ് ഇൻസിഡൻസ് ആണ്. നോർമൽ വരച്ചിട്ടുണ്ട് ഇങ്ങനെ ഡോട്ടർ ലൈനായിട്ട്. ബി എന്ന് പറയുന്ന പോയിന്റിലാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ബി എന്ന് പറയുന്ന പോയിന്റിൽ കാണിച്ചിരിക്കുന്നു. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് കൂടെ നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഈ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറാണ് സി. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അല്ലേ നമുക്ക് നോർമൽ വരയ്ക്കാം. ബി എന്ന് പറയുന്ന പിന്നെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് നമ്മൾ നോർമൽ വരച്ചിട്ടുണ്ട്. ഡോട്ടഡായിട്ട് നോർമൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ആ നോർമലിൽ നിന്ന് മൂവിങ് എവേ ഫ്രം ദാറ്റ് നോർമൽ എന്ന് നമുക്ക് കാണാം. മൂവിങ് എവേ ഫ്രം ദാറ്റ് നോർമലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡെൻസർ ആയിരിക്കാം, ഇത് റെയർ ആയിരിക്കാം. ഓക്കെ, എന്തായിക്കോട്ടെ. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ നമുക്ക് കാണാം. റേ ഓഫ് ഇൻസിഡൻസ്, റേ ഓഫ് റിഫ്രാക്ഷൻ, നോർമൽ മൂന്നും കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒപ്റ്റിക്കൽ ആക്സിസ് നമുക്ക് സെഡ് ആക്സ് ആണ് ഒപ്റ്റിക്കൽ ആക്സ്. ഒപ്റ്റിക്കൽ ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ ഡോട്ടഡ് ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. എന്തായാലും ആ നോർമല് ഒപ്റ്റിക്കൽ ആക്സിന് പാരലായിട്ട് വരച്ചിട്ടുള്ള ആ ഡോട്ടഡ് ലൈന് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾസ് രണ്ട് സൈഡിലും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ട് കിട്ടുന്നു. ആ ആംഗിൾസിന് ഞാൻ ഫൈ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഫൈ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ അവിടെ കാണിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, നോർമലിൻ്റെയും റേ ഓഫ് ഇൻസിഡൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആയി കാണിച്ചിരിക്കുന്നു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കാണിച്ചിരിക്കുന്നു. റിഫ്രാക്റ്റഡ് റേഡിയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റേ ഓഫ് ഇൻസിഡൻസിൻ്റെയും ഒപ്റ്റിക്കൽ ആക്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. α1 എന്ന് കൊടുത്തിരിക്കുന്നു. ഒപ്റ്റിക്കൽ ആക്സിൻ്റെയും റേ ഓഫ് റിഫ്രാക്ഷൻ്റെ ഇടയിലുള്ള ആംഗിൾ α2 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. നോക്കുക, ഈ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2 ആണ് എന്ന് കരുതുക. ഇവിടെ സ്നെൽസ് ലോ നമുക്കറിയാം. mu1 sin i, ലൈറ്റ് എൻട്രി ചെയ്യുന്ന മീഡിയം, ലൈറ്റ് വരുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 ആണ്. അപ്പോൾ mu1 sin i ഈക്വൽ ടു mu2. റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2 ആണ്. sin r, mu2 sin r. സ്നെൽസ് ലോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ i ഈക്വൽ ടു 5 + α1 ആണ് അല്ലേ? 5 + α1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് i കിട്ടുന്നു. r ഈക്വൽ ടു എത്രയാണ്? 5 + α2 ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐൻ്റെ സ്ഥാനത്ത് 5 + α1ഉം ആറിൻ്റെ സ്ഥാനത്ത് 5 + α2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mu1 sin 5 + α1 ഈക്വൽ ടു mu2 sin 5 + α2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 5 + α1ഉം 5 + α2 ഒക്കെ വളരെ സ്മോൾ ആണ്. സോ sin 5 + α1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 + α1 എന്നും sin 5 + α2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 + α2 എന്നും നമുക്ക് എഴുതാം. ഓക്കെ, therefore our equation becomes mu1 sin ഒഴിവാക്കാം, 5 + α1 is equal to mu2 5 + α2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ mu2 α2 എത്രയാ വരിക? അവിടെ mu2 α2 is equal to ഈ mu2 5നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. mu2 α2 is equal to mu1 5 plus mu1 α1 minus mu2 5 എന്ന് വരും. ഓക്കെ,
phi ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസിൽ കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ദെർഫോർ പിന്നെ μ2 α2 എന്ന് പറയുന്നത് λ2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ μ1 α1 എന്ന് പറയുന്നത് λ1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ λ2 ഈക്വൽ ടു ഇതാ μ1 മൈനസ് μ2 ഫൈ എന്ന് എഴുതാം. ഇതിൽ രണ്ടിലും ഫസ്റ്റ് ആൻഡ് തേർഡ് ടേമിൽ ഫൈ കോമൺ ആയതുകൊണ്ട് μ1 മൈനസ് μ2 ഫൈ പ്ലസ് μ1 α1 ഞാൻ λ1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മുടെ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ BMCയിലേക്ക് നോക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ BMC നോക്ക്, ഇവിടെ ഫൈ എന്ന് പറയുന്ന ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ആ ആംഗിളിന് ആൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ടാണ് ആംഗിൾ BCM കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും എത്ര തന്നെ ആയിരിക്കും? ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അപ്പോൾ അതും ഫൈ ആയിരിക്കും. ഇനി ട്രയാങ്കിൾ BCM റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ BCMൽ നമ്മൾ ടാൻ ഫൈ ചെയ്യാണ്. ടാൻ ഫൈ എത്ര വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എത്ര വരുന്നത്? MB എന്ന് പറയുന്നത് അല്ലേ, ആ ബി എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുന്ന ആ പോയിന്റിലേക്ക് ഒപ്റ്റിക്കൽ ആക്സിൽ നിന്നുള്ള ഹൈറ്റ് ആയിട്ടുള്ള x1 ആണ്. ഓക്കെ, x1 x2 x. അപ്പോൾ റിഫ്രാക്ഷന് മുൻപേ ഉള്ള ഹൈറ്റും റിഫ്രാക്ഷന് ശേഷമുള്ള ഹൈറ്റും എല്ലാം ആ പോയിന്റിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ അവിടെ x1 = x2 = x നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, MB x ആണ്. അപ്പോൾ ടാൻ ആൽഫ എന്ന് പറയുന്നത് x/CM ആണ്. CM ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, C സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ് നമ്മുടെ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ. ഇതാ ലെൻസിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫസിലേക്കുള്ള ആ ഒരു അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R എന്ന് പറയുന്നത്. ഇവിടെ MC അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R എന്ന് കാണാം. ഇത് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്, നമുക്ക് അതിനെ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ MC അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R ആയതുകൊണ്ട് ഇവിടെ ടാൻ ഫൈ BM/MC എന്ന് പറയുന്നത് x1/R എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ ടാൻ ഫൈ എന്ന് പറയുന്നത് ഇവിടെ x1/R ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഫൈ വളരെ സ്മോൾ ആയതുകൊണ്ട് ടാൻ ഫൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫൈ എന്ന് എഴുതാം. സോ ഫൈ ഈക്വൽ ടു x1/R ആണ് ഇവിടെ. ഓക്കെ, ഫൈ ഈക്വൽ ടു x1/R ആണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാം. ദെർഫോർ അവർ λ2 ഈക്വൽ ടു μ1 മൈനസ് μ2 ഫൈയുടെ സ്ഥാനത്ത് x1/R പ്ലസ് അല്ലേ ടാൻ ഫൈ x1/R ആണ്. x1/R പ്ലസ് λ1 എന്ന് എഴുതാം. ഇനി ഒരു കാര്യം നോക്കുക, നമ്മുടെ ലെൻസിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പവർ എന്ന് പറയുന്നത്, ആ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് μ2 ആണ്. റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് ലൈറ്റ് റേ വരുന്ന ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് μ1 ആണെങ്കിൽ, റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R ആണെങ്കിൽ, പവർ ഓഫ് ദ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് μ2 മൈനസ് μ1/R ആണ്. ഓക്കെ, പവർ ഓഫ് ദ റിഫ്രാക്റ്റിംഗ് സർഫസ് P = μ2 മൈനസ് μ1/R ആണ്. അങ്ങനെയെങ്കിൽ μ1 മൈനസ് μ2/R എത്രയായിരിക്കും? μ2 മൈനസ് μ1/R P ആണെങ്കിൽ μ1 മൈനസ് μ2/R മൈനസ് P ആയിരിക്കും. ഓക്കെ, ദെർഫോർ λ2 ഈക്വൽ ടു λ1 അവിടെ ഉണ്ട്, ഇവിടെ എത്ര വരുന്നത്? μ1 മൈനസ് μ2/R മൈനസ് P ഇൻറ്റു x1 മൈനസ് Px1. അപ്പോൾ λ2 ഈക്വൽ ടു λ1 മൈനസ് Px1 എന്ന് എഴുതാം. മെട്രിക്സ് ഫോമിൽ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ λ1നെ നമ്മൾ 1 × λ1 എന്ന് എഴുതുകയാണ്. സോ λ2 ഈക്വൽ ടു 1 × λ1 മൈനസ് Px1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു നമ്മൾ. ഇനി നോക്കി നോക്കുക, ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്ന പോയിന്റ് B ആണ്. അപ്പോൾ നമുക്ക് റിഫ്രാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് അല്ലേ, റിഫ്രാക്ഷന് മുൻപ് ശേഷം രണ്ടും ആ പോയിന്റിൽ തന്നെ കൺസിഡർ. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ തുടങ്ങുന്ന പോയിന്റ് അതാണ്. അപ്പോൾ ഇവിടെ x2 x1 അത് രണ്ടും ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹൈറ്റ്, ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്നുള്ള ഹൈറ്റ് നമ്മൾ റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, ഡയറക്ഷൻ മാത്രമാണല്ലോ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? x1 റിഫ്രാക്ഷന് മുൻപ്, x2 റിഫ്രാക്ഷൻ തൊട്ട് ശേഷമുള്ള ആ പോയിന്റിൻ്റെ ഹൈറ്റ്, അത് രണ്ടും x എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ x1 = x2 = x ആണ്. അപ്പോൾ x2 = നമുക്ക് x1 എന്ന് കൊടുക്കാം ഇവിടെ. ഓക്കെ, x2 = x1 ആണെങ്കിൽ x2 = അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 0 × λ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, പ്ലസ് 1 × x1 എന്ന് മെട്രിക്സ് ഫോമിലേക്ക് എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാറ്റമാണ്. x2 = 0 × λ1 പ്ലസ് 1 × x1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മൾ ഇക്വേഷൻ 3 ഇക്വേഷൻ 4 അതിന് രണ്ടിനെയും നമുക്കൊരു മെട്രിക്സ് ഇക്വേഷൻ വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം. ആ രണ്ട് ഇക്വേഷനെയും ഒരേ സമയം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടേംസ് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതി, നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ചെയ്തതുപോലെ തന്നെ λ2 x2 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് മെട്രിക്സ് എഴുതുക. λ1ൻ്റെ കോയിഫിഷ്യൻ്റ് 1, x1ൻ്റെ കോയിഫിഷ്യൻ്റ് -p, 1 - p എഴുതി. ഇവിടെ λ1ൻ്റെ കോയിഫിഷ്യൻ്റ് 0 ആണ്, x1ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, അപ്പോൾ 0 1 എഴുതി. അപ്പോൾ നമുക്കൊരു 2/2 മെട്രിക്സ് കിട്ടി. 1 - p 0 1. ഓക്കെ, ഇൻറ്റു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള λ1 x1 എന്നിവയെ നമുക്ക് കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ λ2 = എന്താ വരിക? 1 × λ1 - p × x1.
മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ? ഇവിടെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യാത്തതുകൊണ്ട് അത് മതി. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളാണ്. ഇവിടെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ? അപ്പോൾ λ2 = ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളാണ്. 1 × λ1 മൈനസ് p × x1 മൈനസ് px1. അപ്പോൾ λ1 മൈനസ് px1 ഇതേപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി x2 നോക്കി നോക്ക്. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളാണ് വരുന്നത് അല്ലേ? 0 × λ1 പ്ലസ് 1 × x1 x1 എന്ന് കിട്ടുന്നുണ്ട്. x2 = x1 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നോക്കി നോക്ക്, ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നടക്കുന്ന ഫിനോമിന എന്താണ്? റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു λ2 റിഫ്രാക്ഷന് ശേഷമുള്ള റെപ്രസെൻറ്റേഷനാണ്, λ1 റിഫ്രാക്ഷന് മുൻപുള്ള റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നടന്ന ആക്ഷൻ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. ആ റിഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 1 - p01 എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ആ മെട്രിക്സിനെ നമുക്ക് റിഫ്രാക്ഷൻ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ് മെട്രിക്സ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ മെട്രിക്സ്. ഇങ്ങനെ കാണിക്കാം. റിഫ്രാക്ഷൻ മെട്രിക്സ് അപ്പോൾ 1 - p01 ആണ്. ഇവിടെ -p എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് ദ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇനി നേരത്തെ പോലെ തന്നെ ഈ റിഫ്രാക്ഷൻ മെട്രിക്സിൻ്റെയും എന്ത് കാണാം? നമുക്ക് ഡിറ്റർമിനൻറ്റ് കാണാം. എത്രയാണ് വരിക? ഡിറ്റർമിനൻറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് മെട്രിക്സ് R, ഡിറ്റർമിനൻറ്റ് R = 1 × 1 മൈനസ് -p × 0. -p × 0 പറയുമ്പോൾ 0 ആണല്ലോ. അപ്പോൾ 1 × 1 മൈനസ് 0 ദാറ്റ് ഈസ് 1. റിഫ്രാക്ഷൻ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻറ്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് റിഫ്രാക്ഷൻ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആൾവേസ് ഈക്വൽ ടു യൂണിറ്റി ഓർ 1 എന്ന് നമുക്ക് പറയാം. അപ്പം ഇനി ട്രാൻസ്ലേഷൻ മെട്രിക്സും റിഫ്രാക്ഷൻ മെട്രിക്സും കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമ്മൾ സിസ്റ്റം മെട്രിക്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.